ഹലോ അഗെയിൻ പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഇന്ന് പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തുടരും സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്ന തുടരും സിനിമയുടെ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാത്ത എനിക്ക് തോന്നിയ കുറച്ച് അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകുന്നു. തുടരും സിനിമ ആദ്യം തന്നെ പറയട്ടെ, നല്ല ഗംഭീരം സിനിമയാണ് തുടരും. മോഹൻലാലിൻ്റെ ഇതേവരെയുള്ള സിനിമാ ജീവിതത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തുടരും. സംവിധാനത്തിൽ തരുൺമൂർത്തി നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഥ പറഞ്ഞു പോകുന്നതും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ്. തുടക്കത്തിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് കഥ, തമാശയൊക്കെ നിറഞ്ഞ് ഒരു ഫീൽ ഗുഡ് മൂവിയുടെ രീതിയിലേക്ക് പോകുന്ന സിനിമ ഇൻ്റർവെല്ലിന് ശേഷം കത്തിക്കയറുകയാണ്. മാലപ്പടക്കം പോലെ പൊട്ടി ലാസ്റ്റ് നല്ലൊരു അനുഭവം തന്നിട്ടാണ് സിനിമ നിൽക്കുന്നത്. കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. സിനിമ വളരെ നല്ല സിനിമയാണ്. നമ്മൾ ചില സിനിമകൾ കണ്ടാൽ മാത്രമേ നമ്മൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ ആ സിനിമയെ നമ്മുടെ കൂടെ വരുള്ളൂ. നമുക്ക് കുറച്ച് നേരത്തേക്കും കൂടെ ആ സിനിമയുടെ കഥ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു സിനിമയാണ് തുടരും എന്ന സിനിമ. പല നേരത്തെ കഴിഞ്ഞ റിവ്യൂ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ തുടരും നിങ്ങൾ ഇച്ചിരി എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയാലും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തുടരും. സിനിമയിലെ സംഘട്ടന രംഗങ്ങളാണെങ്കിലും നമുക്കൊത്തിരി അവിശ്വസനീയമായ സംഘടന രംഗങ്ങളൊന്നുമില്ല. എടുത്തു വച്ചേക്കുന്നതെല്ലാം നല്ല പക്കയായിട്ട് ഒരു മോഹൻലാൽ ഫാനല്ലാത്ത എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അഭിനയമായാലും കഥ പറഞ്ഞു പോകുന്നതാണെങ്കിലും സംഘട്ടന രംഗങ്ങളാണെങ്കിലും എല്ലാം എടുത്തു വച്ചിരിക്കുന്ന നന്നായിട്ട് നീറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതൊരു ഫാമിലി മൂവി എന്ന് പറഞ്ഞ് നമുക്ക് ഫാമിലി ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയല്ല. ഇതൊരു ഫാമിലി മൂവിയാണ്. അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലുള്ള മൂവീസ് ആസ്വദിക്കുന്നവർക്കും ഒരുമിച്ച് ചെന്നിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു മൂവിയാണ് തുടരും. അപ്പോൾ സിനിമയിലെ അഭിനേതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ജോഡിയായിരുന്നു മോഹൻലാൽ ശോഭന ജോഡി. ആ ജോഡിയുടെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ നമുക്ക് ഈ സിനിമയെ പറയാൻ വേണ്ടി സാധിക്കും. അവരുടെ കെമിസ്ട്രി നല്ല രീതിയിൽ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ചില രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ അഭിനയം നമുക്ക് ശരിക്കും എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് ഈ സിനിമയിൽ. അപ്പം ദൃശ്യത്തിൽ ഒരു ലാലേട്ടൻ്റെ തിരിച്ചുവരവ് എന്ന് നമുക്ക് പറയാം. ദൃശ്യത്തിൽ നമ്മളെല്ലാവരും കണ്ട് വിസ്മയിച്ച ആ അഭിനയ മികവ് ഈ സിനിമയിലും തുടരും സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എമ്പുരാനെ പറ്റിയ ചെറിയ കോട്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തുടരും ഒരു വമ്പിച്ച തിരിച്ചുവരവ് തന്നെയാണ്. തമിഴ് ആക്ടേഴ്സിനും ചെറിയ റോളുകളൊക്കെ കൊടുത്തിരിക്കുന്ന റോളുകളെല്ലാം അവർ നല്ല രീതിയിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചു വരുന്ന ചില കാര്യങ്ങളും ചില സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് തുടരും സിനിമ. സമൂഹത്തിലെ ഇപ്പോഴത്തെ വിഷയങ്ങളെ കൂടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ എൻട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു എൻട്രിയാണ് ലാലേട്ടൻ ഈ സിനിമയിലുള്ളത്. പക്ഷേ ലാലേട്ടൻ്റെ പഴയ നമ്മുടെ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ കുട്ടിത്തമുള്ള ചിരിയുള്ള ലാലേട്ടനെയൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നിറഞ്ഞ് കാണാൻ സാധിക്കും. പിന്നെ ലാലേട്ടൻ്റെ വേറെ കുറേ സിനിമകളിലെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തും എടുത്ത് പ്രയോഗിക്കുന്നതും പരാമർശിക്കുന്നതും അതേപോലെ തന്നെ കളിയാക്കുന്നതുമായിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ആറാട്ടിലെ പോലെ അതെടുത്ത് വെറുപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ, നല്ല രസകരമായിട്ടുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമയിൽ അതെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ പ്രകാശ് വർമ്മയുടെയും ബിനു പപ്പുവിൻ്റെയൊക്കെ അഭിനയം കിട്ടില്ലമായിട്ടുണ്ട്. ഓക്കെ, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഏത് ഷെയ്ഡുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. സോ നോ സ്പോയിലേഴ്സ്. ഓക്കെ, പിന്നെ സിനിമയിലെ വില്ലൻ ലാലേട്ടൻ്റെ ഒപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലനാണ്. ഓക്കെ, ഹൈ മാസോ തോക്കോ ഹെലികോപ്റ്ററോ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ കഥാപാത്രവും നായക കഥാപാത്രവും തമ്മിലുള്ള നല്ലൊരു സ്റ്റോറിയാണ് തുടരും സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ തുടരും സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, ഇത് മലയാള സിനിമയുടെ മറ്റൊരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇനി വേറെ ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ബൈ.